കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി എം.ടി. രമേശിന്റെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. തളി ക്ഷേത്ര ദർശനത്തോടെ ആരംഭിച്ച പ്രചാരണത്തിന്റെ ആദ്യപടിയായി കോഴിക്കോട് നടക്കാവിലുള്ള എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. ഇവരുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, എം.ടി. രമേശിന്റെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. തളി ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം എം.ടി. വാസുദേവൻ നായരെ കാണാൻ, മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം.ടിയെ കാണാനാണ് എത്തിയത്. ഇപ്പോൾ സന്ദർശനം അവസാനിച്ചു കഴിഞ്ഞു, കൂടിക്കാഴ്ച അവസാനിച്ചു കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ കൂടി. എം.ടി. രമേശിന്റെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം.ടി. രമേശിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രചരണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. തളി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് എം.ടി. വാസുദേവൻ നായരുടെ വീട്ടിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മളോടൊപ്പം എം.ടി. രമേശ് തന്നെ ചേരുന്നുണ്ട്. രമേശ്, നമസ്കാരം. എത്രത്തോളം ഉണ്ട് ഒരു പ്രതീക്ഷ ഈ ഒരു തെരഞ്ഞെടുപ്പ്? 100% പ്രതീക്ഷയാണ്. കോഴിക്കോട്ടെ ജനങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യുക നരേന്ദ്രമോദിക്കാണ്. കാരണം കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത അഭൂതപൂർവമായിട്ടുള്ള സഹായമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് കോഴിക്കോട് നൽകിയിട്ടുള്ളത്. അത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമായാലും ദേശീയപാതയുടെ വികസനമായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അനുവദിച്ചിട്ടുള്ള പണമായാലും ഇതൊക്കെ നാളിതുവരെ കോഴിക്കോട്ടുകാർക്ക് കിട്ടാതിരുന്ന സഹായമാണ്. അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ കോഴിക്കോട് നൽകിയിട്ടുള്ള ഇത്രയും വലിയ സഹായത്തിന് അവർക്ക് പ്രത്യുപകാരം കാണിക്കാൻ, ഒരു കൃതജ്ഞത കാണിക്കാൻ കിട്ടുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം മോഡിക്കാണ് വോട്ട് ചെയ്യുന്നത്. മോഡിക്കൊരു വോട്ടെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. 100% വിജയപ്രതീക്ഷ ഞങ്ങൾക്ക് ഈ പ്രാവശ്യമുണ്ട്. ഈ മോദിയുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ തൻ്റേതായിട്ടുള്ള മാറ്റുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു സിറ്റി എം പിയാണ് കോഴിക്കോടിനുള്ളത്. എന്താണ് അത്തരത്തിലുള്ള ഈ എട്ടുകാലും മൂന്ന് സമീപനങ്ങളോട് രമേശ് പറയാനുള്ളത്? അല്ല, അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. അതൊക്കെ പരിഹാസ്യമാണ്. അദ്ദേഹം 15 കൊല്ലമായി പാർലമെന്റ് അംഗമാണ്. അതിൽ 10 കൊല്ലക്കാലമാണ് കോഴിക്കോട് വികസിച്ചത്. അതിന് മുമ്പ് 5 കൊല്ലം അവിടെ പോയി. അദ്ദേഹം UPA ഗവൺമെൻറ് കാലത്താണ് MP. ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന അദ്ദേഹത്തിൻ്റെ നേതാവായിട്ടുള്ള AK ആൻ്റണി എന്ന മന്ത്രിയായിരുന്നു. AK ആൻ്റണിയുടെ ഒരു വിശ്വസ്തനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ AK ആൻ്റണിക്ക് നിർണായക സ്വാധീനമുള്ളൊരു ഗവൺമെൻറ് ഉണ്ടായിട്ട് ആ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് പദ്ധതിയാണ് അദ്ദേഹം കോഴിക്കോട് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് രാജ്യത്തൊട്ടാകെ വികസിപ്പിക്കുന്നു. ആ വികസനം കോഴിക്കോടുമുണ്ട്. അതിൽ പോലും കോഴിക്കോടിന് അർഹതപ്പെട്ട കാര്യങ്ങൾ സമയാസമയത്ത് കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാനും അത് നേടിയെടുക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എല്ലായിടത്തും ഉണ്ടാകുന്ന പൊതുവികസനത്തിൻ്റെ ഭാഗമായി കോഴിക്കോടിൻ്റെ വികസനം ഉണ്ടാകുന്നു എന്നതിലപ്പുറത്ത് ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം BJPക്ക് ഒരു അവസരം നൽകിയാൽ ഒരു പുതിയ കോഴിക്കോട് സൃഷ്ടിക്കാൻ സാധിക്കും. അദ്ദേഹം കാണിക്കുന്ന അവകാശവാദങ്ങളുടെ പൊള്ളത്തരവും പരിഹാസവും തിരിച്ചറിയാൻ കോഴിക്കോട്ടെ ജനങ്ങൾക്കറിയാം. കോഴിക്കോട്ടെ ജനങ്ങൾ അത്ര വലിയ മണ്ടന്മാരൊന്നുമില്ല, രാഷ്ട്രീയ പ്രബുദ്ധരാണവർ. ശരി, ശ്രീ എം.ടി. രമേശാണ് നമ്മളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എൻഡിഎയുടെ സ്ഥാനാർത്ഥി. ഇത്തവണ വിജയം സുനിശ്ചിതമാണെന്നുള്ള ഉറപ്പ് തന്നെയാണ് സ്ഥാനാർത്ഥി നമ്മളോട് പങ്കുവയ്ക്കുന്നത്. വിജയം സുനിശ്ചിതമാണ് എന്നുള്ള ആത്മവിശ്വാസം, അത്രത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്ത് ആത്മവിശ്വാസത്തിലാണ് എൻ.ടി.എയും. ആനന്ദ് പുത്തൂരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.